നന്ദന മെല്ലെ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു. ചെറിയൊരു ബോക്സ് ആയിരുന്നത്. അവൾക്കായി 2 വളകളും ഒരു ജോഡി ഡയമണ്ട് സ്റ്റഡ്സും ഉണ്ടായിരുന്നു. പിന്നെ 2 പേരുടെയും പേര് കൊത്തിയ റിങ്. അച്ചായ, ഇത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇപ്പോൾ അച്ചായ ഒരുപാട് ക്യാഷായില്ലേ? ഈ ഒഴിഞ്ഞ കൈത്തണ്ട കാണുന്നതിനേക്കാൾ ഭംഗി ഈ വളകൾ നീ അണിയുന്നതാണ്. അവൻ ആ വളകൾ 2ഉം അവൾക്ക് ഇട്ടുകൊടുത്തു. അച്ചായ, താങ്ക് യു വെരി മച്ച്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ ഈ മോഡൽ കമ്മലിടണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. നിന്റെ കണ്ണ് എന്താ കൊച്ചെ നിറഞ്ഞിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ചായ, സന്തോഷം കൊണ്ടാണ്. ശരി ശരി, നീ കണ്ണു തുടയ്ക്ക്. അവൻ അവളെ സ്നേഹപൂർവ്വം ശാസിച്ചു. എടി, നമ്മുടെ പേര് കൊത്തിയ മോതിരം ഇങ്ങെടുത്തേ. അവൾ ആ ബോക്സ് അവന് കൊടുത്തു. ഐശ്വര്യമായിട്ട് നീ ഇത് അച്ചായനിട്ട് തന്നേ പെണ്ണേ. അവൻ പറഞ്ഞത് അവൾ സ്നേഹപൂർവ്വം അനുസരിച്ചു. ആട്ടെ, ഇന്നെൻ്റെ കൊച്ചു തനിച്ചിരുന്ന് വിഷമിച്ചോടാ? ഏയ്, അങ്ങനൊന്നുമില്ല. അമ്മമ്മച്ചി തിരക്കായിപ്പോയില്ലേ, അതാണ്. ഇന്ന് എന്താണോ അമ്മമ്മച്ചി പായസമൊക്കെ വെച്ചു. നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വെച്ചതാടി. ഏ സത്യം, നിന്റെ പിറന്നാളാണെന്ന് ഞാൻ ആ പാവത്തിനോട് രാവിലെ പറഞ്ഞു. അപ്പോൾ അമ്മമ്മച്ചി പറയാ പായസം വെക്കാന്ന്. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. പാവം ഈശ്വര, അമ്മച്ചി എത്രമാത്രം കഷ്ടപ്പെട്ടു. നിന്നെ വലിയ കാര്യമാണ്, അതാ. എനിക്കറിയാം അച്ചായ. നീ ഈ കമ്മലൊന്ന് ഇട്ട് നോക്കിക്കേ, ഞാൻ ഇപ്പോൾ വരാം. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പപ്പ, എന്നാടാ മോനെ, കിടന്നായിരുന്നോ? ഓ, ഞാൻ ചുമ്മാ. വാ ഇരിക്ക്. പപ്പ, നമ്മുടെ ഭരണങ്ങാനത്തെ ബിൽഡിംഗ് അല്ലേ, അത് പണിയുന്ന കാര്യം പറയാനാ. ആ പ്ലോട്ട് നല്ലതാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആ, എന്തായാലും നോക്കാം അല്ലേ? ക്ലിക്കാകും നിന്റെ മനസ്സ് പറയുന്നു. നീ നോക്കു മോനെ, നീ കൈവയ്ക്കുന്നതൊന്നും മോശമാവില്ല. ഓ, ഞാനിപ്പോൾ പൊങ്ങിപ്പോകും കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാടാവേ, അപ്പോഴേക്ക് നീ അങ്ങ് വിശ്വസിച്ചോ? ഓ, ആക്കിയതാണോ? ഏയ്. ആ, എന്താ ഇവിടെ ഒരു ചർച്ച? അപ്പനും മോനും കൂടി. സാറാമ്മ അങ്ങോട്ട് വന്നു. നിന്റെ കല്യാണക്കാരിയാണ്. നീ ഇത് കേട്ടോണ്ട് നിൽക്കണ്ട, അങ്ങ് മാറിപ്പോയിക്കേ. എന്തേനു മനസ്സിലായില്ലേ? ഇല്ല. എന്നാലേ ഇപ്പം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കേട്ടോടി മരപ്പട്ടി. പപ്പ, ഈ ഇച്ചായം വിളിക്കുന്നത് കേട്ടോ? നിനക്ക് തിരിച്ചു പറയാൻ അറിയില്ലേ പെണ്ണെ? പപ്പ, ഈ ഇച്ചായന് കൊടുക്കേണ്ട സമയത്ത് 2 എണ്ണം കൊടുക്കാഞ്ഞതിൻ്റെ കേടാണിത്. നീ അങ്ങ് കൊടുത്തോ? ആ, അങ്ങനെ കൊടുത്താലുണ്ടല്ലോ, ചോദിക്കാനും പറയാനും ആളുണ്ടെനിക്ക്. ആ പാവം, റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ മമ്മി സമ്മതിക്കത്തില്ല. പിന്നെ ഇല്ല. എന്താടാ, നിനക്ക് വിഷമമാണല്ലേ? ഏ, പിറകി നിൽപ്പുണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ടില്ല. ഓ, നിന്റെ വിഷമം കേട്ടുകൊണ്ട് വന്നതാ ഞാൻ. അത്രയ്ക്കൊന്നും ഇല്ല അമ്മീ. അമ്മച്ചി കിടന്നോടി. മാത്തച്ഛൻ ഭാര്യയെ നോക്കി. അതിന് സമയമായില്ലല്ലോ, സിനിമ കാണുക. പാവം, ഇന്നാകെ മടുത്തു. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, അമ്മച്ചി എന്തിനാണിന്ന് പായസം ഉണ്ടാക്കി? സൈറയ്ക്ക് അത്ഭുതം വിട്ടുമാറിയില്ല. ഞാൻ പറഞ്ഞിട്ടാണ്, എനിക്ക് കൊതിയായിരുന്നു, അതാ. വരുൺ ചാടി പറഞ്ഞു. ഓ, അങ്ങനെ ഇച്ചായം പറഞ്ഞിട്ടാണോ? അതെ, നീ കുടിച്ചോ? കുടിച്ചു. ടി വിയിൽ മീശമാധവനാണ് മൂവി. രുക്മിണി എന്താണ് അമ്പലത്തിൽ പോകാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോന്നുള്ള ഈപ്പം പാപ്പച്ചയുടെ ഡയലോഗ് കേട്ടതും വരുണിൻ്റെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായി. കർത്താവേ, അവളിന്ന് അമ്പലത്തിൽ പോയല്ലോ. അപ്പോൾ നുണ പറഞ്ഞതല്ലേ? അവൻ പല്ല് ഞെരിച്ചു. നിനക്കെട്ടിന്ന് വെച്ചിട്ടുണ്ട് മോളെ. അവൻ പിറുപിറുത്തുകൊണ്ട് വേഗം മുറിയിലേക്ക് ചെന്നു. ഇപ്പൊ ഒന്നും മിണ്ടണ്ട, രാത്രി ആവട്ടെ. നന്ദന കമ്മലും വളയുമൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കുകയാണ്. എടി, എന്തോ, നിന്റെ വയറുവേദനയൊക്കെ മാറിയോ? എന്താ? അല്ല, നിനക്ക് വയറുവേദനയാണെന്ന് പറഞ്ഞില്ലേ? കുറവുണ്ടച്ചായ? അമ്പലത്തിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നോ?
ഒരുപാടില്ല ചായ. ഏറിയാലൊരു 10-15 പേര്. അമ്പലം ഇഷ്ടായോ? ഉം, ഒരുപാട്. മധുരമീനാക്ഷിയാണ് പ്രതിഷ്ഠ. നിനക്ക് അശക്തിയായിരിക്കുമ്പോ അമ്പലത്തിൽ പോകാൻ മൂടി? പെട്ടെന്നുള്ള വരുണിന്റെ ചോദ്യത്തിൽ അവൾ നന്നായി ഒന്ന് ഞെട്ടി. അത് പിന്നെ അച്ചായ, ഡീ ഒരക്ഷരം മിണ്ടരുത്. എൻ്റെ മുഖത്ത് നോക്കടി. അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ പതറി. എടി, എന്തിനാടി നീ എന്നോട് കളവ് പറഞ്ഞത്? അച്ചായ, ഐ എം സോറി. അവൾ മുഖം കുനിച്ചു. നീ നേരെ നോക്കടി, എന്നിട്ടല്ലേ ബാക്കി. ഒടുവിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാണ് നീ ഈ നാടകം കളിച്ചത്? എന്തിടി? അച്ചായ, ഐ എം സോറി. അവൾ അവൻ്റെ കാലിൽ പിടിച്ചു. വേണ്ട, നീ ഒന്നും പറയണ്ട, എഴുന്നേക്ക്. അവൻ പറഞ്ഞെങ്കിലും അവൾ അനങ്ങിയില്ല. നിന്നെ ഇത്രയും ജീവന് തുല്യം സ്നേഹിച്ചിട്ട് എന്നെ പറ്റിച്ചല്ലേ? നോ, നെവർ. വേണ്ട വേണ്ട, നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകില്ല. ഇച്ചായ പ്ലീസ്, എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ നീ എന്നെ വെറും കോന്തനാക്കിയല്ലേടി? ഇല്ല, എനിക്ക് പേടിയായിരുന്നു. ആരെ? അത്. ഏത്? അവളുടെ സംസാരം കേട്ടതും അവന് ചിരി വന്നുപോയി. എൻ്റെ മിശിഹായി, ഞാൻ ഈ പെണ്ണിനെ എങ്ങനെ? അതും പറഞ്ഞുകൊണ്ടവൻ അവളെ ചേർത്തണച്ചു. ഓരോ ദിവസവും മുന്നോട്ട് പോയി. ആളുകളെല്ലാം പതിയെ പതിയെ അറിഞ്ഞു ആലപ്പുഴക്കാരി ആഗ്നസിനെ വരുൺ മിന്നുകെട്ടിയെന്ന്. എല്ലാവരും യാഥാർത്ഥ്യം അംഗീകരിച്ചു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ആൻസിക്ക് മാത്രം ഒരു മാറ്റവുമില്ല. നന്ദനയുടെയും വരുണിൻ്റെയും സ്നേഹം ദൃഢമായി തന്നെ മുന്നോട്ട് പോയി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവൾ പൂർണ്ണമായും വരുണിൻ്റെ സ്വന്തമായി തീർന്നു. പുതിയ ബിൽഡിംഗ് പണിയുന്ന തിരക്കിലാണ് വരുൺ. എപ്പോഴും ഭരണങ്ങാനത്തും വാഗമണ്ണിലും ഏലപ്പാറയിലുമൊക്കെയായി അവൻ പറന്നു നടന്നു. മെറിനാണെങ്കിൽ 1-2 ചുരിദാറ് നന്ദനെ കൊണ്ട് തയ്പ്പിച്ചു. അതോടെ അവർ ക്ലോസ് ഫ്രണ്ട്സായി. അമ്മമ്മച്ചയ്ക്കും സാറമ്മയ്ക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവളാണ് നന്ദു. ഒരു ദിവസം ആൻസി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. അന്ന് അമ്മമ്മച്ചയാണെങ്കിൽ നന്ദുവിനെ കൊണ്ട് നല്ല അസൽ ആവോലിമീൻ കറിയൊക്കെ വെച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. മാത്തച്ചൻ പോലും അവളെ അഭിനന്ദിച്ചു. അവളാണത് വെച്ചതെന്ന് ആൻസിയോട് അമ്മമ്മച്ചി പറഞ്ഞില്ല. എന്നാലും ആൻസിക്കും മനസ്സിലായി അത് നന്ദന വെച്ചതാണെന്ന്. ആൻസി അത് നന്നായി ആസ്വദിച്ചിരുന്നാണ് കഴിച്ചത്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. റോഷനും ആൻമരിയും വരാറായി. അതിൻ്റെ ഒരുക്കത്തിലാണ് കൊട്ടാരത്തിൽ കുടുംബം. നന്ദനയ്ക്കാണെങ്കിൽ 2 ദിവസമായിട്ട് ആകെ ക്ഷീണം. ഭക്ഷണം ഒന്നും കഴിക്കാൻ വേണ്ട. കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു. എന്നാ പറ്റി മോളെ, എന്താ ഒരു ക്ഷീണം? അമ്മച്ചി അവളെ തഴുകി. ഏയ്, ഒന്നുമില്ല അമ്മച്ചി. അതല്ല, നിനക്കെന്നാ ഒരു വാട്ടം തോന്നുന്നത് അമ്മച്ചി? അതൊന്നുമല്ല, ഈ ക്ഷീണം എനിക്ക് മനസ്സിലായി. ഞാനും 5-6 പെറ്റതാ. അയ്യോ അമ്മച്ചി, അങ്ങനൊന്നുമില്ല. മോൾ ഈ മാസം കുളിച്ചോ? അവർ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഏ, മനസ്സിലായില്ലേ? ആ അമ്മച്ചി, ടൈം ആകുന്നേ ഉള്ളൂ. അവൾ അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു. ആൻസിക്കും ചെറിയ സംശയം തോന്നാതിരുന്നില്ല. നന്ദനയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ ആശങ്ക ഉടലെടുത്തു. അമ്മച്ചി ചോദിച്ച പോലെ ഇനി എന്തെങ്കിലും? അച്ചായനോട് പറഞ്ഞത് ഉടനെ വേണ്ടെന്ന്. അതെങ്ങനാണ്? ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ. ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട്. മോളെ, വാ, ഊണ് കഴിക്കാം. അമ്മച്ചി, എനിക്ക് ഇത്തിരി കഴിഞ്ഞു മതി. അത് പറഞ്ഞാൽ പറ്റില്ല. നീ വാ കുഞ്ഞേ. എനിക്ക് വിശപ്പ് തീരെയില്ല, അതാണ്. ആഹാ, നീ ഇനി അത് പറഞ്ഞു. വാ, നേരത്തിനും കാലത്തിനും കഴിക്കാൻ വരാതിരുന്നാൽ എങ്ങനാണ്? മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടവൾ. അച്ചായൻ നേരത്തെ വന്നു. വരുൺ വന്നു. കുഞ്ഞെ, നീയും പാട്ടോ. അതും പറഞ്ഞ് അവർ ഹാളിലേക്ക് പോയി. വരുൺ നടന്ന് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് നന്ദു കണ്ടു. പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല. ആൻസിയും വരുണും കൂടിയാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഷീസ് പ്രഗ്നൻറ്റ്. ഡോക്ടർ വത്സലകുമാരി പറഞ്ഞു. ഡോക്ടർ, മോൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് നോ, ഷീസ് ഓൾ റൈറ്റ്. വരുൺ, നീ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും മേടിക്ക്. നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. മമ്മിക്ക് പെട്ടെന്നുണ്ടായ മാറ്റം അവനെ അത്ഭുതപ്പെടുത്തി. മമ്മി ഫോണെടുത്ത് പപ്പയെ വിളിച്ചു. ഫോൺ അമ്മച്ചിക്ക് കൈമാറി.
അവരോടും മരുമകളുടെ വിശേഷം അറിയിച്ചു. അത് കഴിഞ്ഞ് മെറിനെയും വിളിച്ചു. മമ്മിക്ക് ആകെ സന്തോഷമാണ്. ഈ ഒറ്റ വാർത്ത അറിഞ്ഞതും മമ്മി ഫ്ലാറ്റ്. അതും മറ്റാരേക്കാളും അകലെ കണ്ടത് വരുണാണ്. വരുണിനാണെങ്കിൽ സന്തോഷം അതുക്കും മേലെയാണ്. നന്ദുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്നാണ് അവൻ്റെ മനസ്സിൽ. പാവം, അവൾക്കിനി ഡെലിവറി കഴിയും വരെ പേടിയായിരിക്കും. അവന് ചിരി വന്നു. പക്ഷെ അവളുടെ ടെൻഷൻ ഓർത്തപ്പോൾ വിഷമവും. ഡോക്ടറെ കുറിച്ച് മരുന്നൊക്കെ മേടിച്ച് അവൻ വന്നപ്പോൾ മമ്മിയുടെ കയ്യും പിടിച്ച് നന്ദു വരുന്നു. മമ്മി, ഇത് മെഡിസിൻ. അവൻ മമ്മിയുടെ കയ്യിലേക്ക് കവർ കൊടുത്തു. അവരത് ശ്രദ്ധാപൂർവം മേടിച്ച് ബാഗിൽ വെച്ചു. വരുൺ, നീയേ ടൗണിലെ ബേക്കറിയിലൊന്ന് വണ്ടി നിർത്തണം. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാനാ. എന്താ മേടിക്കണ്ടേ? മമ്മി പറഞ്ഞു, ഞാൻ മേടിക്കാം. വേണ്ട, എനിക്കറിയാം വാങ്ങിക്കാൻ. നീ ഒന്ന് വണ്ടി നിർത്തി തന്നാൽ മതി. ഓക്കേ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇപ്പം നമുക്ക് പോകാം. കേറുമോളെ, ആൻസി നന്ദനയോട് പറഞ്ഞു. അവൾ ആൻസിയോടൊപ്പം പിന്നിൽ കയറിയിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മുമ്പിൽ കയറാന്? ആൻസി അവളെ സ്നേഹപൂർവ്വം ശാസിച്ചു. ഏയ്, അതൊന്നും സാരമില്ല മമ്മി. അവൾ ആദ്യമായിട്ടാണ് ആൻസിയെ മമ്മിയെന്ന് വിളിച്ചത്. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ നന്ദനെ പിന്തിരിഞ്ഞു നോക്കി. തിരിച്ച് അവൾ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം അവനെ നോക്കി. അതിലെല്ലാം അടങ്ങിയിരുന്നു. പിന്നീട് അവനൊരു അക്ഷരം പോലും സംസാരിച്ചില്ല. കാഞ്ഞിരപ്പള്ളിയിലെ പ്രസിദ്ധമായ കൊട്ടാരത്തിൽ ബേക്കറിയുടെ മുൻപിൽ തന്നെ അവൻ വണ്ടി നിർത്തി. ആൻസി വേഗം വണ്ടിയിൽ നിന്നിറങ്ങി. ലഡു, ജിലേബി, ഹൽവ, കേക്ക്, പിന്നെ കുറച്ച് നട്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൾ വാങ്ങിക്കൂട്ടി. നന്ദു, നീ എന്താടി ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തു മിണ്ടാനാ, എല്ലാം കൂടി കൂട്ടി കാട്ടിയിട്ട്. ആഹാ, അത് കൊള്ളാലോ. നീയൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അച്ചായനോട് പറഞ്ഞതല്ലേ ഇപ്പോഴേ ധൃതി വെക്കേണ്ടെന്ന്. ഇനി എല്ലാവരുടെയും മുഖത്തെങ്ങനെ നോക്കും? ആഹാ, അതാണോ ഇപ്പോൾ വലിയ കാര്യമായത്? ഈ പോവണ്ണ മിണ്ടാതെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അമ്മച്ചിയാണെങ്കിൽ എൻ്റെ മുഖം കണ്ടപ്പോഴേ കാലത്ത് പറഞ്ഞു. എന്ത്, നിനക്ക് വിശേഷമുണ്ടെന്നോ? അല്ല, ഈ മാസം കുളിച്ചോന്ന് ചോദിച്ചു. കർത്താവേ, ഈ മാസം കുളിച്ചോന്ന്? ഇന്നലെ കൂടി കുളിച്ചതല്ലേടി നീ? നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ആ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ മമ്മിയും. അതെനിക്ക് ഉറപ്പാ. മമ്മിയുടെ മാറ്റം ഞാനും ശ്രദ്ധിച്ചായ. നീ ശ്രദ്ധിച്ചോ? മര്യാദയ്ക്ക് അവിടെ ഇരിക്കടി വേണേ, മമ്മി വരുന്നുണ്ട്. ആൻസി വന്ന് കാറിൻ്റെ ഡോർ തുറന്നു. ഇതെന്താ മമ്മി, ബേക്കറി ഫുള്ളുണ്ടല്ലോ. കുടുംബത്തെ ഒരു വിശേഷം നടന്നിട്ട് വെറും കൈയോടെ ചെല്ലാൻ പറ്റുമോടാ? ആൻസി അതീവ സന്തോഷത്തോടെ മകനോട് പറഞ്ഞു. ഗേറ്റിങ്ങിൽ വണ്ടി വന്ന് നിന്നതും സാറാമ്മ ഓടി വന്നു. അവൾ ലോക്കെടുത്ത് മാറ്റിയപ്പോഴേക്കും വരുൺ ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ചകത്തേക്ക് കയറ്റി. അമ്മച്ചിയാണെങ്കിൽ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സാറാമ്മ നന്ദനയ്ക്ക് പിന്നാലെ ഇറങ്ങി. നന്ദനയ്ക്ക് ഇറങ്ങാനായി പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. എൻ്റെ അക്കരയമ്മേ, ഞാനത് കാണട്ടെ, ഇങ്ങോട്ട് ഇറങ്ങു വച്ച്. സാറാമ്മ ചിരിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മോളുടെ കണ്ണ് കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു ഇത് വേറെ സംഭവമാണെന്ന്. ഓ, അമ്മമ്മച്ചി അത്രയ്ക്ക് സംഭവമാണോ? ആൻസി ചിരിച്ചു. ഏത് ഹോസ്പിറ്റൽ കാണിക്കാനടി? പാലായിലെ മരീൻ ഹോസ്പിറ്റലിൽ പോകാം. ഡോക്ടർ ഓമന തോമസിനെ കാണിക്കാം. എബിഷ്യൻ്റ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ്. മെറിൻ അവിടെ അല്ലായിരുന്നോ? ആ ഡോക്ടറെ കാണിക്കാം, അതാണ് നല്ലത്. അമ്മമ്മച്ചി അത് ശരിവെച്ചു. ആൻസി കയ്യിലിരുന്ന കവറുകളെല്ലാം സാറാമ്മയെ ഏൽപ്പിച്ചു. ഈശോയെ, ഇതെന്തെല്ലാം ആണ് മമ്മി, കുറേ ഉണ്ടല്ലോ. എല്ലാവർക്കും എടുത്തു കൊടുത്തു. കുറച്ചെടുത്ത് നീ മാറ്റിവെച്ച്. മെറിൻ നാളെ വരുമായിരിക്കും. ഈശോയെ, മെറിൻ ചേച്ചിയോട് മമ്മി ഇത്ര വേഗം വിളിച്ചു പറഞ്ഞോ? ആൻസി, ഡോക്ടർ എന്തു പറഞ്ഞു? അയ്യോ, ചേച്ചി വരുമോ? ചുരിദാർ കംപ്ലീറ്റ് ആക്കിയില്ല. ഏ, ഇനി തയ്ക്കാനോ? വേണ്ട വേണ്ട, ഉടനെ ഒന്നും നീ അതിന് മുതിരണ്ട. ആൻസിയുടെ പെരുമാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മാത്തച്ഛൻ പോലും. സാരില്ലേച്ചി, ഇനി തയ്ക്കാനൊന്നും പോവണ്ടാട്ടോ. സാറാമ്മയും വിലക്കി. എല്ലാവരും കൂടി അകത്തേക്ക് കയറി. മാത്തച്ഛനെ നോക്കി നന്ദു ഒന്ന് ചിരിച്ചു. കാർ ഒതുക്കിയിട്ടിട്ട് വരുൺ അകത്തേക്ക് കയറി. പപ്പാവിൻ്റെ കയ്യിൽ പിടിച്ചൊന്നു കുലുക്കി. നീ അവളെ കെയർ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ലടാ.
എല്ലാം മമ്മി ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ടു പപ്പ, എന്തൊരു ചേഞ്ചാണ്. അതാടാ, നീ കേട്ടിട്ടില്ലേ? മകള് മറ്റൊരുവൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഉടക്കി നിന്ന മാതാപിതാക്കൾ പോലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എല്ലാ വെറുപ്പും പകയും വിദ്വേഷവും മറന്ന് കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാനായി ഓടി വരും. മമ്മിക്ക് കൂടി നന്ദനെ അംഗീകരിക്കാൻ പറ്റിയല്ലോ. അതോർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം, അതിനേക്കാൾ ഉപരി ആശ്വാസവും. ആ, നന്നായിരിക്കട്ടെ മോനെ. പിന്നെ അവൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേടാ? ഇല്ലെന്നാ മമ്മി പറഞ്ഞത്. റോഷൻ വിളിച്ചു, നെക്സ്റ്റ് മൺഡേ അവൻ വരും കേട്ടോ. ആണോ പപ്പ? നന്ദനെ വീഡിയോ കോളിൽ കണ്ടതല്ലേ ഉള്ളവർ. അതെ പപ്പ. നീ ചെല്ല്, പോയി ഡ്രസ്സൊക്കെ മാറ്റ്. വന്ന പാടെ ഓടിയതല്ലേ. എന്നതെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അമ്മമ്മച്ചി അടുക്കളയിലുണ്ട്, നീ അങ്ങോട്ടേയില്ല. അവൻ റൂമിലെത്തിയപ്പോൾ സാറാമ്മയും നന്ദനയും കൂടി സംസാരിച്ചുകൊണ്ട് കട്ടിലിരിക്കുകയാണ്. എന്നതാടി ഇത്ര വലിയ ഡിസ്കഷൻ? ഏയ് ഒന്നുമില്ല, ഒരു ആറ്റം ബോംബ് ഇടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഞങ്ങൾ. ഓ, തമാശ തമാശ. എന്നാ കൊള്ളില്ലേ? പിന്നെ കൊള്ളും കൊള്ളും. നീ ഒന്ന് മാറിക്കേ, ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. ഞാൻ ചേച്ചിയായിട്ട് സംസാരിക്കുവാണ്. ഇച്ചേനാ വാഷ്റൂമിൽ പോയി ഡ്രസ്സ് മാറ്. ഓ, നന്ദൂനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നോർത്ത് വന്നതാ, ഇവളെല്ലാം നശിപ്പിച്ചു. ഇച്ചായ ഏത് ലോകത്താ? ഡീ പോയൊരു കാപ്പി എടുക്ക്, അവളുടെ ഒരു കിന്നാരം. അയ്യോടാ, ഇപ്പം എങ്ങനായോ? ഞാൻ പോയേക്കാം. അവൾ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങിയതും വരുൺ ഓടി വന്ന് ഡോറ് ലോക്ക് ചെയ്തു. നന്ദു, അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അച്ചായ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ. ഒന്ന് പോടി, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നല്ലോണം. ഇത്ര ആക്രാന്തം വേണമായിരുന്നോ? പിന്നല്ലാതെ. എനിക്കറിയാം ഒരു കുഞ്ഞ് വരുമ്പോൾ നമ്മുടെ മമ്മി ഫ്ലാറ്റ് ആകുമെന്ന്. മമ്മിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് സമാധാനം വന്നത് ഇപ്പോഴാണ്. ദേ, ഇനി അനാവശ്യമായ ടെൻഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് എല്ലാവരും കൂടി മുന്നോട്ട് പോവുക. ഇനി റോഷൻ ചേട്ടൻ വരുമ്പോൾ കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? ചേട്ടായി പാവാടി, നീ വരുമ്പോൾ കണ്ടോ. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു. കൊട്ടാരത്തിൽ വീട്ടിൽ എല്ലാവരും അതീവ സന്തോഷത്തിലാണ്. നന്ദനയെ സ്നേഹിക്കുന്നതിനും പരിചരിക്കുന്നതിലും അമ്മച്ചിയും മമ്മിയും മത്സരമാണ്. മെറിൻ അടുത്ത ദിവസം തന്നെ കുറേ ബേക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നന്ദനെ കാണാൻ വന്നു. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് അവൾ പോയത്. ഇത്ര പെട്ടെന്ന് നീ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാകാൻ കാരണമേ ഞാനാണ്, അത് മറക്കണ്ടാട്ടോ. ആഹാ, പുതിയ അറിവാണല്ലോ അച്ചായ. കളിയാക്കണ്ടടി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഓ, ആയിക്കോട്ടെ. മമ്മി അപ്പോഴേക്കും വാതിൽക്ക വന്ന് നന്ദനെ വിളിച്ചു. മമ്മി ചായ ആയിട്ട് വന്നതാ, എപ്പോഴും സ്റ്റെപ്പ് ഇറക്കേണ്ടെന്ന് പറഞ്ഞ്. അവൾ എഴുന്നേറ്റ് പോയി. അവളെ ഭക്ഷണം കഴിക്കുന്നതിലും കുടിപ്പിക്കുന്നതിലും എല്ലാം ആൻസിക്ക് ഭയങ്കര ശ്രദ്ധയാണ്. അങ്ങനെ തിങ്കളാഴ്ച വന്നെത്തി. ഇന്നാണ് റോഷനും ഭാര്യയും വരുന്നത്. വരുൺ കാലത്തന്നെ നെടുമ്പാശ്ശേരിക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിൽ വീടിൻ്റെ അടുക്കളയിൽ പലതരം വിഭവങ്ങൾ നിറയുകയാണ്. മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കുകയാണ് ആൻസി. മെറിനു വന്ന് ലീവെടുത്ത് വീട്ടിലെത്തി. അവളുടെ കുഞ്ഞിയാണെങ്കിൽ ഒരു പൂമ്പാറ്റയെ പോലെ അവിടെ ആകെ പാറി നടക്കുകയാണ്. നന്ദനിക്ക് പതിയെ പതിയെ ഛർദി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ ആദ്യത്തെ ഉഷാറൊക്കെ ഒന്നങ്ങ് മാറിപ്പോയി. മാത്തച്ഛൻ തിണ്ണയിൽ തന്നെയാണ്, മക്കളെയും കാത്ത്. അങ്ങനെ അവർ വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു. ആൻമരിക്ക് ഒരുപാട് ഇഷ്ടമായി നന്ദുവിനെ. അവൾക്ക് തിരിച്ചും. റോഷനും വരുണും മെറിനും സാറാമ്മയും എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് കുമ്പിളപ്പം കഴിക്കുവാണ്. മക്കളുടെ എല്ലാം ഇഷ്ട വിഭവമാണ്. അപ്പോഴേക്കും ആൻമരിയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എത്തിച്ചേർന്നു. നന്ദുവിനെ പരിചയപ്പെടാനായി അവർ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ പപ്പയെ കണ്ടതും നന്ദനയുടെ കാഴ്ച മറഞ്ഞുപോയി. തുടരും.